ഒരാഴ്ചയായി വിസ്ഡം ടൂത്തിന്റെ വരവ് തുടങ്ങിയിട്ട് ഒടുക്കത്തെ വേദന. എനിക്കാണെങ്കിൽ ഡെന്റിസ്റ്റിനെ കാണാന്നുള്ളത് തീരെ താല്പര്യമില്ലാത്ത കാര്യം. എന്താന്നറിയില്ല. ഈ സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ തന്നെ പള്ളേക്കാളും. ഇങ്ങക്കും ഉണ്ടോ അങ്ങനെ? എന്തായാലും ഡോക്ടർ വന്ന പാടെ നോക്കിയിട്ട് പറഞ്ഞ് ഇൻഫെക്റ്റഡ് ആണ്, എന്തായാലും പല്ലെടുക്കാം, പക്ഷെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടേ അപ്പോയിന്റ്മെന്റ് ഉള്ളൂ. വേദനന്റെ കാര്യം ചോദിച്ചപ്പോൾ ഈ ഒരു സാധനവും തന്ന് പിന്നെ സാധാ പെയിൻ കില്ലറും എടുത്തോളാൻ പറഞ്ഞു. തിരിച്ചു വരുന്ന വഴിക്കൊന്ന് ഡിക്കാത്ലോണിൽ കയറി. കറന്റ് ഞാൻ ക്ലൈംബിങ്ങിന് യൂസ് ചെയ്യുന്ന ഈ ബേസിക് ഷൂ ആണ്. അപ്ഗ്രേഡ് ചെയ്ത് ഈ കാണുന്ന മോഡലിലേക്ക് ആകണമെന്ന് ചെറിയൊരു ആഗ്രഹം ഇല്ലാതില്ല. റേറ്റ് നോക്കിയപ്പോൾ 110 യൂറോ. അങ്ങനെ വളരെ ശക്തമായ സാമ്പത്തിക കാൽക്കുലേഷൻ മനസ്സിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതുകൊണ്ട് വിദൂരതയിൽ നിന്നും സിഫാൻ എന്നിട്ട് പറഞ്ഞ് തൽക്കാലം നമുക്ക് വന്ന കാര്യം നോക്കാം. ഓള് പറയുന്നതിൽ കാര്യമുണ്ട്. നമ്മൾ വന്നതുകൊണ്ട് ഈ സ്കേറ്റിംഗ് ഷൂസ് വാങ്ങാനായിരുന്നു. നോക്കിയപ്പോൾ സ്കേറ്റിംഗ് ഷൂസിന് അത്യാവശ്യം ഓഫർ ഉണ്ടായിരുന്നു അവിടെ, എസ്പെഷ്യലി ഫോർ വുമൻസ്. ലാസ്റ്റ് ഇയർ സീസൺ എൻഡിലോട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഐസ് സ്കേറ്റിംഗ് ട്രൈ ആക്കിയത്. അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്താണ് ഈ സീസണിൽ നേരത്തെ തുടങ്ങണമെന്ന്. സോ ജനുവരി 12 മുതലാണ് SL സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വീക്ക് ഫുട്ബോൾ സീസൺ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നെക്ക് കവറും ഞാൻ വാങ്ങിച്ചു. സോ വേറെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൺമുന്നിൽ മുന്നേ തന്നെ ബില്ല് ചെയ്തു. ഞങ്ങൾ ബില്ല് ചെയ്യുന്നത് കണ്ട ഒരു സ്റ്റാഫ് പറഞ്ഞു ഷൂവിന്റെ ഫസ്റ്റ് സർവീസ് ഫ്രീ ആണ്, ആ ബില്ലും ഷൂവും കൂടി സർവീസ് സെക്ടറിൽ കൊണ്ടുകൊടുത്താൽ മതി. എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ എങ്ങനെയല്ലേ വേണ്ടെന്ന് പറയാം. സോ ഇതാണ് ആ പ്രോസസ്സ്. ഈ ബ്ലേഡിന്റെ മൂർച്ച കൂട്ടാണ് അവർ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡേഞ്ചർ ചിന്താഗതികൾ മനസ്സിൽ വരുന്നുണ്ടോ ഗൈസ്? എന്തായാലും എൻ്റെ കൂടെ കൂട്ടുന്നവരെ പഠിച്ചോൻ കാത്താൽ മതി. ഒത്തിരി വിശന്നിരിക്കുമായിരുന്നു. സോ ഈ ബോട്ട് ക്രിസ്പി ചിക്കൻ നൂഡിൽ ബോക്സ്. സോ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വ്ളോഗ്. ചാവ് ചാവ്.